ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, എൻ്റെ 30th ബർത്ത്ഡേ ആണ്. ലൈഫിൽ എൻ്റെ ഒരു അടുത്ത മൈൽ സ്റ്റോൺ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഓരോ മൈൽ സ്റ്റോൺ പറയില്ലേ, ഇപ്പോൾ ടീനേജർ കഴിഞ്ഞിട്ട്, പിന്നെ 18 കഴിഞ്ഞിട്ടുള്ളൊരു മൈൽ സ്റ്റോൺ, 25 കഴിഞ്ഞിട്ടുള്ള മൈൽ സ്റ്റോൺ. ബർത്ത്ഡേയുടെ അന്ന് പ്രായം പറഞ്ഞുകൂടാന്നൊക്കെ പറയും, പക്ഷേ എന്നാലും അത് ഇറ്റ്സ് ഓക്കെ, അതൊന്നും വലിയ കാര്യമല്ല. ഞാൻ ഇന്ന് രാവിലെ എണീറ്റു. ഇന്നത്തെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്, സരസ്വതി മൂക്ക് ഒരു 2 ദിവസമായിട്ട് തീരെ വയ്യായിരുന്നു, പനി പിടിച്ചു. ഇപ്പോഴത്തെ ക്ലൈമറ്റ് കണ്ടീഷനും ഒക്കെ വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഫ്രൈഡേ നൈറ്റാണ് പനി വരുന്നത്. ഇന്നിപ്പോൾ മൺഡേ ആണ്. അപ്പോൾ മോളെ ഞാനിപ്പോഴും നിയോനേറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെയാണ് കാണിക്കുന്നത്, കിംസിലാണ് കാണിക്കുന്നത്. ഡോക്ടർ നവീൻ ജെയിൻ എന്ന് പറഞ്ഞ ഡോക്ടറിനെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇന്ന് ബർത്ത്ഡേ ആണ്, വേറെ സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എനിക്ക് എൻ്റെ വീട്ടിലൊന്ന് പോകണം എന്നുണ്ട്, അതിന്ന് നടക്കുമോ എന്ന് എനിക്കറിയില്ല, കാരണം ഒന്ന് ഭയങ്കര മഴയാണ്. എനിക്ക് കുറേ ജോലിയുണ്ട് ഈ വീക്ക് തീർക്കാനായിട്ട്. ഞാൻ ഇങ്ങനെ ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നു, വലിയ മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷേ എന്നാലും ഞാൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങളോട് സംസാരിക്കാമെന്ന് വെച്ചാൽ. ഇപ്പം ബർത്ത്ഡേയുടെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ചിലപ്പോൾ ഐശ്വര്യ എന്ന് വരും. ഐശ്വര്യനെ കണ്ടിട്ട് ഒരുപാടായി. ഐശ്വര്യയുടെ ചേച്ചി കാർത്തികയുടെ കല്യാണം ഫിക്സായി. നമ്മളെല്ലാം അതിൽ എക്സൈറ്റഡ് ആണ്. ബ്ലൗസൊക്കെ എടുക്കണം. ഞാൻ അമ്മയുടെ സാരി തന്നെയായിരിക്കും ഇടാൻ പോകുന്നത്, കാരണം എനിക്ക് എന്ത് ഫംഗ്ഷൻ വരുവാണെങ്കിലും ഇവിടെ ഇഷ്ടംപോലെ സാരി ഉണ്ടല്ലോ. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്തിട്ട് എനിക്ക് ബ്ലൗസ് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതിയായിരിക്കും. അങ്ങനെ നല്ലൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ട്. പട്ടുസാരിയാണ് ഞാൻ വിചാരിക്കുന്നത് കല്യാണത്തിന് ഇടാമെന്ന്. ഒരു ഹൽദി ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിനും ഡ്രസ് കോഡൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു അപ്ഡേറ്റും കൂടെ തരാനുണ്ട്. ദാറ്റ് ഈസ്, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് ഡിസൈനിങ് ചെയ്തുകൊണ്ടിരുന്നു, ദാറ്റ് ഈസ് ഡെലിവറിക്ക് മുന്നേ വരെ. അതിനുശേഷം ഞാൻ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. കുറച്ച് നാളത്തേക്ക് ഞാനൊരു ബ്രേക്ക് എടുത്തു, കാരണം ഡിസൈനിങ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഫുൾ ഫോക്കസ്, ഫുൾ ഒരു കോൺസെൻട്രേഷൻ കൊടുത്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ 100% കൊടുക്കണം. സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. നല്ല രീതിക്ക് അത് കൊണ്ടുപോകാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അതിന് ഫൈനലൊന്നും ആയിട്ടില്ല, ജസ്റ്റ് ഐ എം സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദി റൈറ്റ് ടൈം. മുടി വാഷ് ചെയ്യാറായി, എൻ്റെ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് കുളിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ വേഗം ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളെല്ലാം കാണിച്ചു തരാം. ഹലോ, അങ്ങനെ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് വന്നു. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസമാണ്. ഞാൻ വിചാരിച്ചു ഇന്ന് വേറെ മുടക്കമൊന്നുമില്ലാതെ ഹെയർ വാഷ് ചെയ്യാൻ, കാരണം ഇന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടെ അല്ലേ. ഇനി ഞാൻ ഡ്രൈ ചെയ്യാൻ പോകുന്നു. ഡ്രൈ ചെയ്യുമ്പോൾ യൂഷ്വലി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഹീറ്റ് പ്രൊട്ടക്ഷൻ ഇട്ടതിന് ശേഷം ഹെയർ സെക്ഷൻ ചെയ്യും. ഞാനിവിടെ പ്ലഗൊക്കെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ചെറിയൊരു ഹീറ്റ് കൊടുത്തിട്ട് ഒന്ന് ഒരു 70% ഡ്രൈ ആക്കും. ഇതുപോലത്തെ പാർട്ടീഷൻ ക്ലിപ്പ് ഉണ്ടല്ലോ, ഇതുപോലത്തെ ക്ലിപ്സ് മേടിക്കാൻ കിട്ടും, ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും. ഞാൻ ഇന്ന് ആക്ച്വലി യൂസ് ചെയ്തത് പാമേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഡീപ്പ് കണ്ടീഷനിങ് ഒരു പാക്കാണ് ഞാൻ ഹെയറിൽ യൂസ് ചെയ്തത് കേട്ടോ. ഞാൻ ആക്ച്വലി ഒരു സൈഡ് 3 പാർട്ടീഷനായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഒന്ന് ഈ താഴത്തെ ഈ ഒരു ലെയർ, നമ്മൾ മേളിൽ നിന്ന് ഇത്രയും എടുത്തില്ലേ, അപ്പോൾ ഈ ഒരു ഹെയറിനെ സെൻറ്ററിൽ നിന്ന് ഇതിനെ ഡിവൈഡ് ചെയ്യും, ഈ ബാക്ക് സൈഡ് ഡിവൈഡ് ചെയ്യും. നമ്മൾ ഹെയറിൽ യൂസ് ചെയ്ത പ്രോഡക്റ്റ് അത്രയും നല്ലതാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. അപ്പോൾ എനിക്ക് ആക്ച്വലി പറഞ്ഞാൽ എൻ്റെ ഹെയർ ഇപ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹലോ, ഞാൻ വീണ്ടും വന്നു. പ്ലാൻ ചേഞ്ചായി, അപ്പോൾ ഇന്ന് പുറത്ത് പോകുന്നു എന്നായി. അപ്പോൾ ഐശ്വര്യ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു പുറത്ത് പോകാൻ മഞ്ജുജി റെഡിയായി നിൽക്കണം എന്ന് പറഞ്ഞു. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഞാൻ ഫുൾ കംപ്ലീറ്റ് കാണിച്ചു തരാം. ഇതൊരു ഡെനിമിൻ്റെ ജംപ് സൂട്ടാണ്. അപ്പോൾ ആ ജംപ് സൂട്ട്, ഞാൻ ഈ ഒരു ജംപ് സൂട്ട് വെസ്റ്റ് സൈഡിൽ നിന്നാണ് മേടിച്ചത്. ആക്ച്വലി ഞാൻ ലാസ്റ്റ് ടൈം ദുബായ് പോകുന്ന സമയത്ത് അതിന് മുന്നേ ആയിട്ട് മേടിച്ച് വെച്ചത്, പക്ഷേ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ബർത്ത്ഡേക്ക് വേറെ പ്ലാൻസ് ഒന്നും ഇല്ല എന്നാണ് തൽക്കാലം ഞാൻ വിചാരിച്ചു വെച്ചത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ഓബൈ താമരയിൽ പോകാമെന്നാണ്. ഓബൈ താമരയിൽ പോയിട്ട് ഡിന്നർ അവിടെ നിന്ന് കഴിക്കാമെന്നാണ് നമ്മൾ ഇപ്പോൾ തൽക്കാലം ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി മാറുമോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് മേക്കപ്പൊന്നും ചെയ്യുന്നില്ല കേട്ടോ, വളരെ കാഷ്വൽ. ഈ ഡ്രസ്സ് കുറച്ച് എന്താ പറയുക, കുറച്ച് കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ എന്തായാലും ഇന്ന് ബർത്ത്ഡേ ആയ സ്ഥിതിക്ക് ഇതിടാമെന്ന് വെച്ചു.
ഞാനിപ്പോൾ കുറേ നാളായി ടിൻറ്റൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഞാൻ ഇന്ന് സ്മാഷ് ബോക്സിൻ്റെ ഹലോ ടിൻറ്റ് ഇടാമെന്നാണ് വെച്ചത്. പക്ഷേ ഞാൻ ലാസ്റ്റ് ടൈം അത് എവിടെ വെച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, ആക്ച്വലി പറഞ്ഞാൽ ഈ ഉടുപ്പ് എനിക്ക് ടൈറ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ എക്സസൈസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം കുറച്ച് ഡിഫറൻസ് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് ആക്ച്വലി എൻ്റെ ഡ്രസ്സ്. ഓക്കെ, അധികം ടൈറ്റ് ആക്കണ്ട, കാരണം ഫുഡ് കഴിക്കുമ്പോൾ വയറ് പുറത്തോട്ട് വന്നാലും. റെഡി 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 റെഡി. യെസ്. അപ്പോൾ നമുക്ക് ഊബൈ താമരയിൽ പോകാം, എന്നിട്ട് നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വരാം. ഓക്കെ, എന്തായാലും ബൈ. ഹാപ്പി ബർത്ത്ഡേ ടു മീ. I know you feel like you want me, and I guess in a way you do. Holding my breath, unraveling emotions. I need some space to think this through. Call me all night long. Try to give you hints and a hard to see. Right on the line, no. Losing it on you's the last thing I need. If I'm honest, I'll just make you cry. And I don't wanna fight with you. I would rather lie to you. I promise now's not the right time. Yeah, I don't wanna fight with you. I would rather lie to you. Look away so you won't see, 'cause the pain is in my eyes. Feels like I could break at any moment and shatter your insides. If you feel my mind, call me all night long. Try to give you hints and a hard to see. Right on the line, no. Losing it on you's the last thing I need. If I'm honest, I'll just make you cry. And I don't wanna fight with you. I would rather lie to you. I promise now's not the right time. Yeah, I don't wanna fight with you. I would rather lie to you. I would rather lie. I would rather lie. I don't wanna fight. I would rather lie to you. If I'm honest, I'll just make you cry. Yeah, I don't wanna fight with you. I would rather lie to you. I would rather lie. I would rather lie to you. I don't wanna fight. I would rather call me all night. ഹായ്, അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഈ ഡീകൺസ്ട്രക്റ്റിൻ്റെ ക്ലെൻസിങ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് എനിക്ക് അത്ര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ക്ലെൻസിങ് ബാം അല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം ക്ലിനിക്കിൻ്റെ ക്ലെൻസിങ് ബാമും അതിൻ്റെ ഉണ്ട്. ക്ലിനിക്കിൻ്റെ ക്ലെൻസിങ് ബാം ആൻഡ് പ്ലമ്മിൻ്റെ, ഇത് രണ്ടും അല്ലാതെ എനിക്ക് ഇതുവരെ വേറെ ക്ലെൻസിങ് ബാംസ് ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി ഞാൻ ഫേസ് വാഷ് ചെയ്യാൻ പോവാണ്. അത് ഞാൻ ഈ ഗ്രീൻ ടീ ഫോമിങ് ക്ലെൻസർ യൂസ് ചെയ്തിട്ടാണ് ഫേസ് വാഷ് ചെയ്യുന്നത്. ഇത് ടോണി മോളിയുടെ പ്രോഡക്റ്റ് ആണ്. ഞാൻ അത് കൂടാതെ തന്നെ വേറെയും ഒരുപാട് ഫേസ് വാഷസ് യൂസ് ചെയ്യാറുണ്ട്. ഈ ഹിമാലയയുടെ ഫേസ് വാഷ് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ സെറ്റാഫിലിൻ്റെ യൂസ് ചെയ്യാറുണ്ട്, ബയോക്യൂളിൻ്റെ യൂസ് ചെയ്യാറുണ്ട്, ഡെർമവൈവിൻ്റെ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ മാറി മാറി യൂസ് ചെയ്യും. ഏതൊക്കെ നല്ല ഫേസ് വാഷസ് ഉണ്ടെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അടുത്ത വീഡിയോയിൽ പറ്റുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ അല്ലെങ്കിൽ ദിസ് കമ്മിങ് വീക്ക് എന്തെങ്കിലും ഞാൻ കാണിച്ചു തരാം. നല്ല പ്രോഡക്റ്റ്, നല്ല ഫേസ് വാഷസ് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ കിടക്കാൻ പോവാണ്. ഇന്ന് വേറെ ഇതൊന്നുമില്ല. ഇന്നിപ്പോൾ 11 മണി കഴിഞ്ഞു. ഇവിടെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നല്ല ബർത്ത്ഡേ
സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. ആക്ച്വലി പറഞ്ഞാൽ ഇപ്പോൾ 30 ഇയേഴ്സായി എനിക്ക്. അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കുറച്ച് ചേഞ്ചസ് വരുത്തണം എൻ്റെ ലൈഫിൽ. അടുത്ത മൈൽ സ്റ്റോണിലേക്ക് കയറുന്ന സമയത്ത് കുറച്ച് ചേഞ്ചസ് വരുത്തണം എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. കുറേ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോ ഇതിപ്പോൾ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എത്ര വലുതായിരിക്കും എന്ന് എനിക്കറിയില്ല. കുറേ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ സംസാരിച്ചല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.